എൻ്റെ പുതിയ വീടാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രണ്ട്. ഇവിടെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെയാണ് കേട്ടോ കിണറൊക്കെ ഉള്ളത്. കിണറിൻ്റെ അവിടെയാണ് അലക്കല്ലൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെ ആയിട്ടാണ് കേട്ടോ ചെടികളൊക്കെ. പിന്നെ അവിടെ ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അലക്കല്ല് ഞാൻ അകത്തേക്കല്ലാതെ എൻ്റെ അനിയത്തി ഇരിക്കണ്ട കേട്ടോ. പിന്നെ അപ്പുറത്തായിട്ടൊരു വീട് പണിയാനുണ്ട്. ഈ വീടും പിന്നെ ആ വീടുമാണ് കേട്ടോ ആദ്യത്തെ പണി കഴിഞ്ഞത് ഈ പ്ലോട്ടിൽ. പിന്നെ ഇതൊക്കെ നെല്ലിക്കുഴി ഉണ്ണി പ്രവാസി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കടയിൽ നിന്നാണ് കേട്ടോ ഈ 2 കസേരയും വാങ്ങിക്കുന്നത്. പിന്നെ ഡോറ് എവിടെ നിന്നൊക്കെ അറിഞ്ഞൂടെ കേട്ടോ. പിന്നെ ഈ സോഫ പറഞ്ഞുണ്ടാക്കിയതാണ്. പിന്നെ അതൊക്കെ സാൻവിയുടെ കർട്ടനൊക്കെ അവരുണ്ടാക്കിയതാണ്. ഈ ഡൈനിങ് ടേബിളും അതിൻ്റെ ഒപ്പമാണ്. പിന്നെ അതിൻ്റെ അകത്തുള്ള കല്ലുകളൊക്കെ നമുക്ക് വാങ്ങിക്കണം. പിന്നെ TV അതൊക്കെ എൻ്റെ ട്രോഫീസാണ് കേട്ടോ. എൻ്റെ ട്രോഫീസാണ് ഇതൊക്കെ. പിന്നെ അവിടെ നെറ്റ് കണക്ഷനൊക്കെ കൊടുത്ത്. പിന്നെ ഇതാണ് കേട്ടോ വാഷ് ബേസ്. പിന്നെ ഇതിൻ്റെ ടൈലിങ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ പ്രയറിലെ ലൈറ്റ് കേട്ടോ. ഇതാണ് കേട്ടോ പ്രയറിലെ ലൈറ്റ്. ചോദിച്ചാനു ബാ എന്തെങ്കിലും പറ്റിയ. അപ്പോൾ കാര്യം ഇതാണ് കേട്ടോ. എല്ലാ ലൈറ്റൊന്നും ഇപ്പോൾ ഇടാൻ പറ്റത്തില്ല, വരണ്ട ചൂടി. അപ്പോൾ ഇതാണ് കേട്ടോ പറുകള. ഞങ്ങളിവിടെ പറുകളൊക്കെ പറ്റിട്ടുണ്ട്. പിന്നെ ഇവിടെ ഡൈനിങ് വീണ അപ്പോൾ കഴിച്ച് ഇതാണ്ട് അങ്ങനെയൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അവിടെയൊക്കെ ലൈറ്റ് ഉണ്ട്, പക്ഷെ ഇപ്പം ഞങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. ഇത് നെല്ലിക്കുഴിയിൽ നിന്നാണ് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ ഇവിടെ 2 TV ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നെല്ലിക്കുഴിയിൽ നിന്ന് ഇതേനാ നെല്ലിക്കുഴിയിൽ നിന്നൊന്നുമില്ല കേട്ടോ. പിന്നെ കിച്ചൺ ഇതാണ് കേട്ടോ കിച്ചൺ. ഇതാണ് കേട്ടോ കിച്ചൺ. ഫ്രിഡ്ജ് വർക്ക് ഏരിയ പണിഞ്ഞിട്ടുള്ളത്. വർക്ക് ഏരിയ ഇനി പണിയാനുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അവൻ്റെ കാർ പോർച്ച്. അപ്പോൾ അതെ ഇവിടെ 2 സൈഡിലുള്ള ക്ലോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു റൂമിലേക്ക് കയറാം. ഇതാണ് കേട്ടോ റൂം. ഈ കട്ടിലും നെല്ലിക്കുഴിയെന്നാണ് കേട്ടോ. പിന്നെ കബോർഡ്, ഷെൽഫ്. ഇതാണ് കേട്ടോ ഈ റൂമിലെ ബാത്റൂം. അപ്പോൾ നമുക്ക് ഇവിടെയാണ് കേട്ടോ AC ഒക്കെ വെച്ചേക്കുന്നത്. ഇത് മാസ്റ്റർ ബെഡ്റൂം അല്ല. നമുക്ക് വേറെ റൂമിലേക്ക് പോവാം. ഇവിടെയാണ് കേട്ടോ കോളിംഗ് ബെല്ലിൻ്റെ സാധനം വെച്ചേക്കുന്നത് ഗ്യാസ്. അപ്പോൾ ഇതാണ് കേട്ടോ വേറൊരു ബാത്റൂം. ഇതാണ് കേട്ടോ ഏറ്റവും ചെറിയ കട്ടിൽ. ഇത് നെല്ലിക്കുഴിയിൽ നിന്നാണ് കേട്ടോ. ഇതെൻ്റെ അമ്മയുടെ റൂമും കൂടിയാണ്. ഇതാണ് കേട്ടോ എൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയും. പിന്നെ ഇതാണ് കേട്ടോ കർട്ടൻ. പിന്നെ ഇതാണ് കേട്ടോ ഷെൽഫ് നിങ്ങൾ കാണാൻ പറ്റണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇതാണ് ഇവിടുത്തെ സ്വിച്ച് ബോർഡൊക്കെ. നിങ്ങൾക്ക് രാത്രി കിടക്കാൻ ലൈറ്റ് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ലൈറ്റ് പിടിക്കുക. ഇതൊക്കെ സ്റ്റെയർ കേസിൽ വെക്കണ ലൈറ്റാണ്. ഇത് അവിടെ ഉണ്ട് കേട്ടോ. അതൊന്ന് പിടിപ്പിച്ച് കഴിഞ്ഞാൽ രാത്രി ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ലൈറ്റും ഓഫ് ആക്കി അത് മാത്രമായിട്ടൊരു കിടക്കാം. വാ ചേട്ടൻ പോണം. അമ്മ അതായത് നമ്മൾ വിജയകരമായി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റെയർ കേസിന് വിളിക്കും. ഇവിടെ മുകളിലായിട്ടൊരു വലിയ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ ആയിട്ട് സ്വിച്ച് ബോർഡ് കണ്ട. ഈ ലൈറ്റാണ് നമുക്ക് രാത്രി ആകുമ്പോൾ ഇടുന്ന ലൈറ്റ്. പിന്നെ ഒരു സംഭവം കാണിക്കാനുണ്ട്. ഇവിടെ ഒരു ഇൻഡോർ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇങ്ങനെ മുകളിലേക്ക് കയറിപ്പോണം കേട്ടോ.
ടൈലൊക്കെ ഇതാണ് കേട്ടോ ഇട്ടത്. ഇത് ക്രീം അമർഫിലാണ്. അപ്പം നമ്മൾ ഇവിടത്തെ ഹോളിൽ എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ പഴയ കട്ടിയിൽ തന്നെയാണ് കേട്ടോ. ഇതൊന്നും നെല്ലിക്കുഴി എന്നുള്ളതല്ല. ഇതാണ് കേട്ടോ വേറൊരു ബാത്റൂം. ഇവിടെ ആയിട്ട് 2 ബാൽക്കണി ഉണ്ട് കേട്ടോ. ഈ തുറക്കാൻ മമ്മി സമ്മതിക്കത്തില്ല. അവിടെ ആയിട്ടൊരു ബാൽക്കണിയാണ് കേട്ടോ. ഈ കറുത്ത പൊക്കി വലിക്കണമെങ്കിൽ കുറച്ച് നേരം പിടിക്കും. ആ സൈഡ് കണ്ട, അവിടെ ആയിട്ട് ആ സൈഡ് കണ്ട, അവിടെ ആയിട്ട് ജനലുണ്ട്. അത് ഡമ്മി ജനലാണ് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ വേറൊരു ബാൽക്കണി. ഇത് ഭയങ്കര മുകളിലേക്കുള്ള ആ സ്റ്റെപ്പാണ് കേട്ടോ, ടാങ്കൊക്കെ ഇരിക്കണ പോലെ. അപ്പോൾ ഇനി എൻ്റെ റൂമിലേക്ക് പോവാം. ഇതാണ് കേട്ടോ എൻ്റെ സ്റ്റഡി ടേബിളൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ റൂം. എൻ്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ ആണ് കേട്ടോ അത്. ഇതാണ് കേട്ടോ എൻ്റെ റൂമിലെ ബാത്റൂം. ഇതാണ് കേട്ടോ എൻ്റെ റൂമിലെ ബോർഡ്. അപ്പോൾ നമുക്കിങ്ങനെ താഴേക്ക് പോവാം. കണ്ട, ഇവിടെ ആയിട്ട് ലൈറ്റ് പിടിപ്പിച്ചിട്ടുണ്ട്. അത് പുറത്തൊക്കെ വെക്കണ ലൈറ്റാണ്, എന്നാലും അത് പിടിപ്പിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഈ സാധനം എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് എന്തായിരുന്നു ആ ഓറഞ്ച് കളറിലേക്ക് എന്തൊക്കെ വാൾപേപ്പറാണ് കേട്ടോ. വേറൊരു വാൾപേപ്പറും കൂടി ഉണ്ട്, അത് അടിയിലാണ്, നമുക്കത് കാണാം. അപ്പോൾ സാൻവി അതിനായിട്ട് കുറേ നേരം പിടിക്കാനായിട്ട് ഞാൻ കൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ കുറച്ച് നേരം പിടിക്കും താഴെ എത്താൻ. അത്ര നേരം കൊണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി ഒന്ന് അടിച്ച് പൊട്ടിക്കടേ. പിന്നെ ഷെയറും കൂടി ചെയ്യ്. ആ ലൈക്കൊന്ന് പിടിച്ച് ഞെക്കിയാൽ പോലെ ചെയ്യും. പിന്നെ ഇതാണ് കേട്ടോ പറകൾ. ഇത് ക്യാരക്ടേഴ്സൊക്കെ നമ്മൾ വാങ്ങിയതാണ്. വർക്കാവുന്നതാണെന്ന് വെച്ചാൽ ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ അതൊക്കെ നമ്മൾ തന്നെ വാങ്ങിക്കണം. പിന്നെ ഇത് ലൈറ്റ് ഇട്ട് തരാം. ഇത് കണ്ട, ഇങ്ങനത്തെ ലൈറ്റൊക്കെയാണ് കേട്ടോ. അത് ആ ട്യൂബാണ് കേട്ടോ. ട്യൂബ് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതൊക്കെ നമ്മൾ തന്നെ വാങ്ങിക്കണം. ലൈറ്റൊക്കെ നമ്മൾ അവർ സെറ്റ് ചെയ്ത് തരും. പിന്നെ ഈ ഗ്ലാസ്സും നമ്മൾ വാങ്ങണം. ഇനി ഇതാണ് കേട്ടോ വാഷ് ബേസിൻ. ഇവിടെ ആയിട്ട് ലൈറ്റൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആയിട്ട് കീ ചെയിനൊക്കെ തൂക്കിയിട്ട് കാണാൻ കേട്ടോ. ഇതാണ് കേട്ടോ സാൻവിയുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ ബൈ, സീ യു.